ഹായ് അരുൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാൻ ഹോ ഫാക്ടറിനെ പറ്റിയാണ്. അതായത് പ്ലസ് ടുവിൽ വരുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സൊല്യൂഷൻ ചാപ്റ്ററിനകത്തെ ഒരു കേസാണ് വാൻ ഹോ ഫാക്ടർ. അപ്പോൾ വാൻ ഹോ ഫാക്ടർ വരുന്ന സൊല്യൂഷനിലാണ് ഞാൻ പറഞ്ഞത്. സോ വാൻ ഹോ ഫാക്ടർ അറിയുന്നതിന് മുമ്പ് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് അറിയാം. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണ്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട്. ആ ഒരു നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വരുന്നത്, അല്ലേ? സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതൊക്കെയാണ് യൂഷ്വലി വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അസോസിയേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസോസിയേഷൻ ചെയ്യുക, എന്താണ് അവിടെ ഒരു സൊല്യൂട്ടിന് നമ്പർ ചേഞ്ച് ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അസോസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് വേറൊരു മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ സപ്പോസ് എ പ്ലസ് ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി എന്നൊരു മോളിക്യൂൾ ഉണ്ടായി, അല്ലേ? അവിടെ അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടുത്തെ ഒരു മോളും ഇവിടുത്തെ ഒരു മോളും കൂടെ കമ്പനി ചെയ്ത് അവിടെ ഒരു മോളിക്യൂൾ ഓഫ് എ ബി ഉണ്ടായി, ഒരു മോൾ ഉണ്ടായി. സോ അത് അസോസിയേഷൻ ആണ്. സോ അസോസിയേഷൻ വരുമ്പോൾ എന്താണ്? ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്രയാണ്? രണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒറ്റ മോളിക്യൂൾ ഉള്ളൂ. അതായത് അവിടെ നമ്പർ കുറഞ്ഞു. റിയാക്ടഡ് നോക്കുമ്പോൾ നമ്പർ കൂടുതലായിരുന്നു അസോസിയേഷൻ കേസിൽ, പക്ഷെ ഇവിടെ കമ്പൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറഞ്ഞു. പക്ഷെ ഡിസോസിയേഷൻ എന്താണ്? നേരെ തിരിഞ്ഞാണ് വരുന്നത്. അപ്പം എ ബി ആണെങ്കിൽ എയും ബിയുമായിട്ടാണ് അത് നിൽക്കുന്നത്. അതായത് അവിടെ നമ്പർ കൂടി, പ്രോഡക്റ്റ് നമ്പർ കൂടി, അസോസിയേഷന് റിയാക്ടറിലെ നമ്പറാണ് കൂടുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ബേസിക്കായിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വാൻ ഹോ ഫാക്ടർ. നമ്മൾ പറയാറുണ്ട് ഐ വെച്ചാണ് വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ബേസിക്കലി അത് അറിയണമെന്ന് പറഞ്ഞത്. സോ ഇനീഷ്യലി എന്താണ് ഈ വാൻ ഹോ ഫാക്ടർ ഐ എന്ന് ചോദിച്ചാൽ, നമുക്ക് രണ്ട് മോളിക്യൂൾസ് ഉണ്ടല്ലോ. അപ്പം അസോസിയേഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. സോ അസോസിയേഷനെ ഞാൻ പറയുന്നത് എന്താണ്? മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു ഇതുണ്ടാകുന്നു. ഓക്കെ, സോ അതായത് ഇപ്പം ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ H2+Cl2 എന്താണ്? HC2H3 എന്ന് വരും. സോ ഇവിടെ ഇനീഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഐ എന്ന് പറഞ്ഞാൽ, ഐ ഉണ്ടല്ലോ, വാൻ ഹോ ഫാക്ടർ ഐ എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മോൾസ് ബിഫോർ അസോസിയേഷൻ, ആഫ്റ്റർ അസോസിയേഷൻ, മോൾസ് ആഫ്റ്റർ association or dissociation upon number of moles അല്ലെങ്കിൽ molecules before association or dissociation. ഓക്കെ, അതായത് ആഫ്റ്റർ വരുന്ന സംഭവം നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു, അതൊരു ബിഫോർ വരുന്ന സംഭവം നമ്മുടെ ഡിനോമിനേറ്ററിലും കൊടുക്കുന്നു. സോ അങ്ങനെയാണ് നമ്മൾ വാൻ ഹോ ഫാക്ടർ ഐ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുക, ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ, ഇപ്പം അസോസിയേഷൻ്റെ കേസിൽ ഐ എങ്ങനെ കണ്ടുപിടിക്കാം? അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അസോസിയേഷൻ ആണെങ്കിൽ ഇപ്പം രണ്ട് പ്രോഡക്ട്സ് രണ്ട് റിയാക്ടറിനെ കമ്പൈൻ ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് ഉണ്ടാകും, ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാകും. സോ അവിടെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ, ഇതിപ്പോൾ ഒരു അസോസിയേഷൻ റിയാക്ഷൻ ആണ്. സോ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു മോളിക്യൂൾ H2 ഒരു മോളിക്യൂൾ C2 കൂടെ കമ്പൈൻ ചെയ്താണ് രണ്ട് മോളിക്യൂൾ HC ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ I is equal to നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ. ഡിസോസിയേഷൻ നോക്കണ്ട, ആഫ്റ്റർ അസോസിയേഷൻ. അസോസിയേഷൻ കഴിഞ്ഞ് എത്രയുണ്ട്? രണ്ടാണുള്ളത്, അല്ലേ? പിന്നെ ബിഫോർ എത്രയുണ്ട്? ബിഫോർ വരുമ്പോഴത്തേക്കും ഇവിടെ അതങ്ങനെയല്ല നോക്കുന്നത്, ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും സ്റ്റോയിക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് നോക്കണം, അല്ലാതെ ജസ്റ്റ് നോക്കിയാൽ മതി. ഒറ്റ ഇതുണ്ടാകുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് എണ്ണം കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്, ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. സ്റ്റോയിക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 1/2 ആണ് അതിൻ്റെ ഐ വാല്യൂ വരുന്നത്. അതായത് അസോസിയേഷൻ്റെ കേസിൽ ഐ വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് ഡിസോസിയേഷൻ്റെ കേസിൽ നടക്കുന്നത്? ഡിസോസിയേഷൻ്റെ കേസിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഡിസോസിയേഷൻ ആണെങ്കിൽ ഇപ്പം ഒരു ഞാൻ പറഞ്ഞു എ ബി
ഡിസോസിയേറ്റ് ചെയ്ത് എ പ്ലസ് ബി ആയി. ഓക്കെ, അവിടെ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? 2 ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ബിഫോർ ഒറ്റ മോളിക്യൂൾ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സിമ്പിൾ കേസ്. ഓക്കെ, അത്രയാണ് അസോസിയേഷൻ ഡിസോസിയേഷൻ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ ഒക്കെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു എത്ര, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വാല്യൂസ് നോക്കാം. സോ ഫോർ സ്ട്രോങ് ആസിഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ NaOH, HCl, സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെയൊക്കെ കേസിൽ നമ്മുടെ എൻ വാല്യൂ ഐ വാല്യൂ എന്ന് പറയുമ്പോൾ എൻ വാല്യൂനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അവിടെ ഐ വാല്യൂ ഇസ് ഈക്വൽ ടു എൻ വാല്യൂ. സോ എൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അത്ര നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അതായത് ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് n minus 1 into alpha. Okay, so ഇവിടെ ആൽഫ സ്ട്രോങ് ആസിഡ് ബേസ് ആണ്, 1 ആണ്. സോ 1 മൈനസ് n പ്ലസ് 1, ഇവിടെ പ്ലസ് വരും, ഇവിടെ 1 പ്ലസ് n മൈനസ് 1 ഈസ് ഈക്വൽ ടു n എന്ന് വരും. സോ ഐ ഈസ് ഈക്വൽ ടു n ആണ് എന്തിൻ്റെ കേസിൽ? സ്ട്രോങ് ആസിഡിൻ്റെ കേസിലുള്ള ഇത് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താണ് അടുത്ത് നോക്കുന്നത് ചോദിച്ചാൽ ഇനി ഒരു വീക്ക് ആസിഡിൻ്റെ അല്ലെങ്കിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വീക്ക് ആസിഡ്, ഒരു അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡ്, സോ വീക്ക് ആസിഡ് ഇപ്പം ഒരു അസറ്റിക് ആസിഡ് 10% അയണൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരു സൊല്യൂഷൻ. എന്നിട്ട് അതിൻ്റെ ഒരു ഐ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. സോ 10% അയണൈസ്ഡ് ആണ്, is 10% ionized. Okay, find I. ഇത് ഐ, ഈ ഒരു കേസ് വരുന്ന ഡിസോസിയേഷനാണ്. ഫസ്റ്റ് കേസ് വരുന്ന ഡിസോസിയേഷൻ. ഓക്കെ, ഡിസോസിയേഷൻ. അപ്പോൾ ഓർത്തോണം ഡിസോസിയേഷൻ്റെ വാല്യൂ വരണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത്. കാരണം നമ്മളിവിടെ കണ്ട അസോസിയേഷൻ്റെ വാല്യൂ വന്നത് ലെസ് ദാൻ 1ഉം ഡിസോസിയേഷൻ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും 10% അയണൈസ്ഡ് ആണ്. ഫൈൻഡ് ഐ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഐ വാല്യൂ എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെയാണ്. സോ ഇവിടെ CH3COH അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? CH3CO മൈനസും H+ ആയിട്ടാണ് വരുന്നത് അല്ലേ? സോ അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അതായത് ഐ ഈസ് ഈക്വൽ ടു ഡിസോസിയേഷൻ ആയിട്ട് 1 പ്ലസ് n minus 1 into alpha. സോ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഡിസോസിയേഷൻ അതിൻ്റെ 10% ആണ്. അപ്പോൾ 10/100 എന്ന് വരുന്നു. അതായത് 0.1, 1 plus n minus 1 into 0.1. ഓക്കെ, n എത്രയാണ്? n എന്ന് പറയുമ്പോൾ 2 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ 1 പ്ലസ് n വാല്യൂ 2 ആണ്, കാരണം ഡിസോസിയേറ്റ് നിൽക്കുകയാണല്ലോ. സോ 2 in minus 1 എന്ന് പറയുമ്പോൾ 1 into 0.1 is equal to 1 plus 0.1 is equal to 1.1 ആണ് അതിൻ്റെ വാല്യൂ. സോ ഈ വാല്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം ഗ്രേറ്റർ ദാൻ 1 ആണ് ഐ വാല്യൂ വന്നത്. സോ ഡിസോസിയേഷൻ്റെ കേസാണ്. ഇനിയിപ്പോൾ സെയിം കേസ് തന്നെ നമുക്ക് ഈ ഒരു അസറ്റിക് ആസിഡിൻ്റെ കേസ് തന്നെ രണ്ടാമത് ഒരു ഇതുണ്ട്. അതായത് ഡൈമറൈസ് ചെയ്ത് നിൽക്കും. 10% സൊല്യൂഷൻ ബെൻസീനിൽ ഡൈമറൈസ് ചെയ്ത് നിൽക്കും. സോ 10% സൊല്യൂഷൻ തന്നെയാണ് ബെൻസീനിൽ ഡൈമറൈസ് ചെയ്ത് നിൽക്കുന്നത്. Dimerizes in benzene. Okay, ബെൻസിൽ ഡൈമറൈസ് ചെയ്ത് നിൽക്കുന്നതാണ്. സോ ഇവിടെ ഡൈമറൈസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് എന്താണ്? അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ n മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു 2 മോളിക്യൂൾ ഓഫ് CH3COH ഡൈമറൈസ് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്ത് എന്താകും? ഒറ്റ മോളിക്യൂളാകും. ഓക്കെ, ഇവിടെ ഡൈമറൈസേഷൻ 2 ഇത് നിൽക്കുന്നത് കമ്പൈൻ ചെയ്ത് ഒറ്റ ഇതാകും. സോ CH3COH ട്വൈസായി മാറും. ഓക്കെ, സോ അതാണ് ഡൈമറൈസേഷൻ. അവിടെ ഒറ്റ മോളിക്യൂളായി, ഇവിടെ 2 ആയിരുന്നു, കുറഞ്ഞു അത്രയും പോയി അസോസിയേഷൻ ആയതുകൊണ്ട്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ 10% സൊല്യൂഷൻ ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 0.1 അല്ലെങ്കിൽ 10/100 0.1. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ,
ഇനി എന്താണ് കാണുന്നത്? ഇനി ഐ ഈസ് ഈക്വൽ ടു എത്ര വരും? ഐ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ 1 മൈനസ് n/2 മൈനസ് 1 ഇൻറ്റു ആൽഫ. 1 മൈനസ് n/2 എന്ന് പറയുമ്പോൾ n1 ആണ്. 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ again it is minus 1/2 into alpha 0.1 വരുന്നു. So 1 മൈനസ് is equal to 1 മൈനസ് മൈനസ് ഓഫ് മൈനസ് എത്ര വരുന്നു? ഇവിടെ നോക്കുവാണെങ്കിൽ മൈനസ് 1/2 ആണ് അല്ലേ. മൈനസ് 1/2 ഇൻറ്റു ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ് ഇത് 0.05 വരും. അങ്ങനെ നമുക്ക് എഴുതാം. അത് കുറച്ചുകൂടെ കാൽക്കുലേഷൻ എളുപ്പമാകും. 0.5 ഇൻറ്റു 0.1. ഓക്കെ, മൈനസ് 0.5 ഇൻറ്റു മൈനസ് 1. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് വരും. മൈനസ് 0.5 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.95 എന്ന് വരുന്ന ആൻസർ. സോ അതെന്ന് പറയുമ്പോൾ എത്രയാണ്? ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് കിട്ടി എന്ത്? രണ്ട് സൊല്യൂഷൻ, അതായത് അസോസിയേഷനിലും കിട്ടി ഡിസോസിയേഷനിലും കിട്ടി വാൻ ഓഫ് ഫാക്ടർ. അസോസിയേഷൻ ആണെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ വരത്തില്ല, ലെസ് ദാൻ 1 ആണ് വരുന്നത്. ഡിസോസിയേഷൻ ആണ് ഗ്രേറ്റർ ദാൻ 1 വാൻ ഓഫ് ഫാക്ടർ വരുന്നു. സോ ഇത്രയാണ് വാൻ ഓഫ് ഫാക്ടറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സൊല്യൂഷൻ ബേസിലുള്ള ചാപ്റ്ററാണ്, പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.